ഒരു മാത്രമല്ല കൂടെ ചില ടേസ്റ്റ് മേക്കിംഗ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. എല്ലാം ചേർത്ത് ഇത് അവിയലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാമേ. ഇതൊരു നല്ല അടിപൊളി അവിയലാണ്, നല്ല രുചിയുള്ള അവിയലാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല, നിങ്ങൾ ചക്കക്കുരു അല്ലേ എന്നൊന്നും വിചാരിക്കണ്ട, നല്ല ടേസ്റ്റുള്ളൊരു കൂട്ടാനാണ്. ഇങ്ങനെ അവിയലുണ്ടാക്കാനായിട്ട് ഞാനിപ്പം ഇതുപോലെ 1 കപ്പ് ചക്കക്കുരു അങ്ങോട്ട് ഇടുവാണേ. ചക്കക്കുരു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും മുളക് പൊടി 1/2 ടീസ്പൂൺ, ഇതിന് 1 കപ്പ് വെള്ളവും ഒഴിച്ച് നല്ല ഇളക്കി ഇതിപ്പോൾ നമുക്കങ്ങ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ചക്കക്കുരു വെന്തേ, കുറച്ച് വെള്ളമുണ്ട്, അതിരിക്കട്ടെ. മുരിങ്ങയ്ക്ക കുറച്ചും കൂടെ ഉണ്ടെങ്കിലും നല്ലതായിരുന്നു, ഇത്ര ഉള്ളായിരുന്നു എൻ്റെ അടുത്ത്. കുറച്ച് മാങ്ങ പുളിയുള്ള മാങ്ങയാണ്, ഇത്ര വേണ്ടായേ. വലിയ സവാള, ഒരു 2-3 പച്ചമുളക്, അത്ര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇതൊന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവും മാങ്ങായും മുരിങ്ങക്കായും സവോളയും പച്ചമുളകും എല്ലാം കൂടെ കിടന്ന് ഒന്ന് വേകട്ടെ. വേകുമ്പോഴത്തേക്കിന് നമുക്ക് അതിനുള്ള അരപ്പ് അരച്ചുകൊണ്ട് വരാം. അരയ്ക്കാനായിട്ട് ഞാനിപ്പോൾ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ ഒരു 4 വെളുത്തുള്ളി, ഒരു 4 ചുമന്നുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഇത്ര സാധനമാണ് അരയ്ക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമുക്കന്ന് അരച്ചുകൊണ്ട് വരാം. ചക്കക്കുരൊക്കെ നന്നായിട്ട് വെന്തിരിക്കുവാണ്, നന്നായിട്ടെല്ലാം നല്ലപോലെ വെന്തു. അതോട്ട് നമ്മളിപ്പം നമ്മുടെ ചീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. നേരത്തെ നമ്മൾ ഉപ്പ് കുറച്ചാണ് ചേർത്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ഈ ചീര അത് വെന്ത് കിട്ടുവേ. നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ ചീരയും വെന്തേ, നന്നായിട്ട് വെന്തു. ഇപ്പോൾ നമുക്ക് അരപ്പിടാം ഇതിനകത്തോട്ട്. വീണ്ടും പറയുക, ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും തേങ്ങായും കൂടാണ് അരച്ചേക്കുന്നത്. ചീര ആയതുകൊണ്ട് നല്ല കുഴഞ്ഞേ ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് കുറച്ച് അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ട്. ഇതും ഒരു ടേസ്റ്റ് മേക്കറല്ലേ, കറിവേപ്പില. ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാമേ. ഈ അരപ്പും ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഒന്നും ചേർക്കണ്ട, ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുള്ള ഒരു സൂപ്പർ അവിയൽ, നല്ല ഡെലീഷ്യസ് ആൻഡ് ഹെൽത്തി അവിയലാണ്.